മലയാള ചലച്ചിത്ര ലോകത്ത് ഒരു നടൻ അറിയപ്പെടുന്നത് വെറും പേര് കൊണ്ടല്ല, മറിച്ച് അയാൾ അനശ്വരമാക്കിയ കഥാപാത്രങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അയാളുടെ കരിയറിന് അടിത്തറയിട്ട സിനിമകൾ കൊണ്ടോ കൂടിയാണ്. ഈ ഒരു പാരമ്പര്യം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. എന്നാൽ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമുള്ള ഈ കാലഘട്ടത്തിൽ ഇത്തരം ലേബലുകൾ നിമിഷനേരം കൊണ്ട് ചർച്ചയാവുകയും വിവാദമാവുകയും ചെയ്യുന്നു. ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് യുവനടൻ സന്ദീപ് പ്രദീപിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ. പടക്കളം സന്ദീപ് എന്ന വിളിപ്പേര് ഒരു വിഭാഗം ഏറ്റെടുക്കുമ്പോൾ എക്കോ സന്ദീപാണ് കൂടുതൽ അനുയോജ്യമെന്ന് മറ്റൊരു വിഭാഗം വാദിക്കുന്നു. ഈ ചർച്ചകൾ മലയാള സിനിമയിലെ പുതിയൊരു ട്രെൻഡിനെയാണ് അടയാളപ്പെടുത്തുന്നത്. സന്ദീപ് പ്രദീപ് എന്ന നടന്റെ വളർച്ച പെട്ടെന്നൊരൊറ്റ സിനിമ കൊണ്ട് ഉണ്ടായതല്ല. നിശബ്ദവും എന്നാൽ ശക്തവുമായ ഒരു പരിണാമം അദ്ദേഹത്തിന്റെ കരിയറിൽ കാണാം. ശങ്കർ രാമകൃഷ്ണൻ സംവിധാനം ചെയ്ത 18-ാം പടി എന്ന ചിത്രത്തിലെ ഒരു ചെറിയ വേഷത്തിലൂടെയാണ് സന്ദീപ് വെള്ളിത്തിരയിൽ മുഖം കാണിക്കുന്നത്. പുതുമുഖങ്ങളെ കൊണ്ട് നിറഞ്ഞ ആ സിനിമയിൽ ശ്രദ്ധിക്കപ്പെടുക എന്നത് പ്രയാസകരമായിരുന്നെങ്കിലും സന്ദീപ് തന്റെ സാന്നിധ്യം അറിയിച്ചു. പിന്നീട് മലയാളത്തിലെ മികച്ച ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറുകളിൽ ഒന്നായ അന്താക്ഷരി എന്ന ചിത്രത്തിൽ ശ്രദ്ധേയമായ വേഷം ചെയ്തു. OTT റിലീസായ ഈ ചിത്രം സന്ദീപിന്റെ അഭിനയശേഷിയെ സിനിമാ പ്രേമികൾക്കിടയിൽ ചർച്ചയാക്കി. തുടർന്ന് വന്ന ഫാഹിം സന്ദീപിന്റെ കരിയറിലെ ഒരു പ്രധാന ബ്രേക്ക് തന്നെയായിരുന്നു. നസ്ലിനൊപ്പം അഭിനയിച്ച ആലപ്പുഴ ജിങ്കാന എന്ന ചിത്രം സന്ദീപിന്റെ കരിയറിലെ ഗ്രാഫ് ഉയർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. എന്നാൽ ഒരു നടൻ എന്ന നിലയിൽ നിന്നും താരം എന്ന പദവിയിലേക്ക് സന്ദീപിനെ ഉയർത്തിയത് പടക്കളം എന്ന ചിത്രമായിരുന്നു. പടക്കളം സൃഷ്ടിച്ച തരംഗവും പുതിയ വിളിപ്പേരും സന്ദീപ് പ്രദീപ് ആദ്യമായി നായകനെത്തിയ ചിത്രമായിരുന്നു പടക്കളം. ആക്ഷനും വൈകാരികതയും നിറഞ്ഞ ആ ചിത്രം വലിയ രീതിയിൽ ജനശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തു. സാധാരണയായി ഒരു പുതുമുഖ നായകന്റെ സിനിമ നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിച്ച് പടക്കളം ബോക്സ് ഓഫീസിൽ വിജയം കൊയ്തു. ഈ വിജയമാണ് പടക്കളം സന്ദീപ് എന്ന പേര് സോഷ്യൽ മീഡിയയിൽ വ്യാപകമാകാൻ കാരണമായത്. സിനിമയുടെ പേര് നടന്റെ പേരിന് മുന്നിൽ ചേർക്കുന്നത് മലയാളികൾക്ക് ആ നടനോടുള്ള സ്നേഹപ്രകടനത്തിന്റെ ഭാഗമാണ്. എന്നാൽ ഈ പേരിനെതിരെ ഒരു വിഭാഗം പ്രേക്ഷകർ രംഗത്തെത്തിയത് ചർച്ചയെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചു. സന്ദീപ് എന്ന നടനെ ഒരു പ്രത്യേക സിനിമയിലേക്ക് മാത്രമായി ചുരുക്കരുത് എന്നാണ് ഇവരുടെ പക്ഷം. ഒരു ലേബലിൽ തളച്ചിടുന്നത് നടന്റെ കരിയറിനെ ദോഷകരമായി ബാധിക്കുമെന്നും ഇവർ ഭയപ്പെടുന്നുണ്ട്. പടക്കളം നൽകിയ വലിയ വിജയത്തിന് പിന്നാലെയാണ് സന്ദീപ് നായകനായ എക്കോ റിലീസ് ചെയ്യുന്നത്. ബോക്സ് ഓഫീസിൽ പടക്കളത്തേക്കാൾ വലിയ പ്രകടനമാണ് എക്കോ കാഴ്ചവെച്ചത്. ഇതോടെയാണ് എക്കോ സന്ദീപ് എന്ന പേര് ഉയർന്നു വന്നത്. ഏറ്റവും വലിയ വിജയമാണോ അതോ ആദ്യ വിജയമാണോ ഒരു നടന്റെ പേരിനൊപ്പം ചേർക്കേണ്ടത് എന്ന കൗതുകകരമായ ചോദ്യമാണ് ഇവിടെ ഉടലെടുക്കുന്നത്. ചിലർ വാദിക്കുന്നത് പടക്കളം സന്ദീപിന് ഒരു ഐഡന്റിറ്റി നൽകിയ സിനിമയാണെന്നും അതിനാൽ ആ പേര് മാറ്റേണ്ടതില്ലെന്നുമാണ്. എന്നാൽ സന്ദീപിന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും വലിയ വാണിജ്യ വിജയമായ എക്കോയെ അവഗണിക്കാൻ കഴിയില്ലെന്ന് മറുവിഭാഗം ഉറച്ചു വിശ്വസിക്കുന്നുമുണ്ട്. ഈ രണ്ട് ചേരികൾ തമ്മിലുള്ള സൈബർ പോരാട്ടം സന്ദീപിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മൈലേജ് ആണ് നൽകുന്നത്. മലയാള സിനിമയിൽ നടന്മാരുടെ പേരിനൊപ്പം സിനിമയുടെ പേര് ചേരുന്നതിന് ദശകങ്ങളുടെ പഴക്കമുണ്ട്. ഇതിന് ചില ഉദാഹരണങ്ങളുമുണ്ട്. സ്ഫടികം എന്ന ചിത്രത്തിലെ വില്ലൻ വേഷം ജോർജ് എന്ന നടനെ സ്ഫടികം ജോർജ് ആക്കി മാറ്റി. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് പോലും പലരും ഓർക്കാറില്ല. മണിയൻപിള്ള അഥവാ മണിയൻപിള്ള എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെയാണ് സുധീന്ദ്രൻ നായർ എന്ന നടൻ മണിയൻപിള്ള രാജുവായത്. ഭീമൻ എന്ന സിനിമയിലെ കഥാപാത്രം രഘു എന്ന നടനെ പിന്നീട് മലയാളികൾക്ക് ഭീമൻ രഘുവായി പരിചയപ്പെടുത്തി. ഇടവേള എന്ന സിനിമയിലൂടെ വന്നതുകൊണ്ടാണ് അദ്ദേഹം ഇടവേള ബാബു എന്നറിയപ്പെടുന്നത്. ഇത്തരത്തിലുള്ള പേരുകൾ പ്രേക്ഷകർക്കിടയിൽ സ്ഥാനം പിടിക്കുന്നത് സ്വാഭാവികമായ ഒരു പ്രക്രിയയിലൂടെയാണ്. ഒരു കഥാപാത്രം പ്രേക്ഷകരുടെ മനസ്സിൽ അത്രമേൽ ആഴത്തിൽ പതിയുമ്പോഴാണ് ആ പേര് നടന്റേതായി മാറുന്നത്. പഴയ കാലത്ത് ഇത്തരം പേരുകൾ കാലക്രമേണയാണ് ഉറച്ചുപോയിരുന്നതെങ്കിൽ ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ ഫാൻസ് ഗ്രൂപ്പുകളും സിനിമാ ഗ്രൂപ്പുകളും നിശ്ചയിക്കുന്ന കാര്യമായി മാറിയിരിക്കുന്നു. സന്ദീപ് പ്രദീപിന്റെ കാര്യത്തിൽ സംഭവിച്ചതും ഇതാണ്. സന്ദീപിനെ ഇഷ്ടപ്പെടുന്നവർക്ക് അദ്ദേഹം വെറും ഒരു നടനല്ല, മറിച്ച് തങ്ങളുടെ പ്രിയപ്പെട്ട സിനിമയിലെ നായകനാണ്. അതുകൊണ്ട് തന്നെ ആ സിനിമയുടെ പേര് അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റിയുടെ ഭാഗമായി അവർ കാണുന്നുണ്ട്. എന്നാൽ ഇതിനെതിരെ നിൽക്കുന്നവർ പറയുന്നത് ഇത്തരം പേരുകൾ പരിമിതപ്പെടുത്തുന്നവയാണ് എന്നാണ്. സന്ദീപിനെ പോലെ വൈവിധ്യമുള്ള വേഷങ്ങൾ ചെയ്യാൻ കെൽപ്പുള്ള ഒരു യുവനടനെ പടക്കളം എന്നോ എക്കോ എന്നോ ഉള്ള പേരിൽ മാത്രം ഒതുക്കുന്നത് ശരിയല്ലെന്നും ഇവർ വാദിക്കുന്നുണ്ട്. സിനിമാ നിരീക്ഷകർ ഈ ചർച്ചയെ കാണുന്നത് വളരെ കൗതുകത്തോടെയാണ്. ഒരു നടന്റെ പേരിനെ ചൊല്ലി സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടക്കുന്നത് ആ നടന്റെ വിപണി മൂല്യം വർദ്ധിപ്പിക്കുമെന്നതിൽ തർക്കമില്ല. എന്നാൽ ഒരു വിളിപ്പേര് പ്രേക്ഷകർക്കിടയിൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ അത് സ്വാഭാവികമായി സംഭവിക്കണം. ഏതാനും ഫേസ്ബുക്ക് പോസ്റ്റുകളോ ഇൻസ്റ്റഗ്രാം റീലുകളോ കൊണ്ട് ഒരാൾക്ക് വിളിപ്പേരുണ്ടാക്കാൻ കഴിയില്ല. വർഷങ്ങളോളം ആ നടനെ കാണുമ്പോൾ പ്രേക്ഷകരുടെ ഉള്ളിൽ ഏത് സിനിമയാണോ ഓടിയെത്തുന്നത് ആ സിനിമയുടെ പേരായിരിക്കും അവസാനം വിജയിക്കുക എന്നാണ് ഒരു പ്രമുഖ നിരൂപകൻ അഭിപ്രായപ്പെട്ടത്. സന്ദീപ് പ്രദീപ് എന്ന നടനെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ചകൾ ഒരു അനുഗ്രഹമാണ്. തന്റെ സിനിമകൾ ജനങ്ങൾക്കിടയിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു എന്നതിന്റെ തെളിവാണിത്. അദ്ദേഹം പടക്കളം സന്ദീപായി അറിയപ്പെടുമോ അതോ എക്കോ സന്ദീപായി അറിയപ്പെടുമോ അതോ ലേബലുകൾ ഒന്നുമില്ലാതെ സന്ദീപ് പ്രദീപ് എന്ന പേരിൽ മാത്രം തിളങ്ങുമോ എന്നത് വരും കാലം തെളിയിക്കും. മലയാള സിനിമയിൽ തന്റേതായ ഒരു ഇടം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഈ യുവതാരത്തിന് ഇത്തരം ചർച്ചകൾ നൽകുന്ന ഊർജം ചെറുതല്ല. വരാനിരിക്കുന്ന ചിത്രങ്ങളിലൂടെ ഇനിയും പുതിയ പേരും പെരുമയും നേടിയെടുക്കാൻ സന്ദീപിന് കഴിയട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.